ഹായ് ഫിഷി ഡോക്ടേഴ്സ്. നമ്മുടെ നീറ്റ് പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതായത് നീറ്റ് 2026 മെയ് 3-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു 30 ഡേയ്സ് ടൈമേ ഉള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം തോന്നി. മക്കളിപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് കിട്ടും, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതായത് ലാസ്റ്റ് 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, 30 ഡേയ്സ് എന്ത് ചെയ്യണം, 30 ഡേയ്സ് കൊണ്ട് നീറ്റ് സിലബസ് കവർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐഡിയാസ് ചുറ്റിനും ഉണ്ടാക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ലാസ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നും എത്ര പഠിച്ചിട്ട് ശരിയാവുന്നില്ല അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യമേ മുതൽ അത് പഠിക്കാതിരിക്കുക. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ സിലബസ് അങ്ങനെ തുടങ്ങാണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് സമയം എടുത്തിന് പഠിക്കാനുള്ള ഇത് നമുക്കില്ല. നമ്മൾ ഇനി സമയം ഒരുപാട് സേവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ NCERT മസ്റ്റായിട്ട് വായിക്കണം. NCERT റീഡിങ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഡെയിലി നിങ്ങൾ ഒരു 1.5 hour പ്ലീസ് ഡെഡിക്കേറ്റ് ഇറ്റ് ഫോർ NCERT റീഡിങ്. അപ്പോൾ ഒരു ദിവസം ഫിസിക്സ് വായിച്ച് ഒരു ദിവസം കെമിസ്ട്രി അങ്ങനെ മതി. പക്ഷേ പ്ലീസ് മേക്ക് ഷുവർ യു റീഡ് NCERT. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിവൈഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാവുക. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന മക്കളായിരിക്കും. സൈലത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് എക്സാം ഉണ്ടാകും. നീറ്റ് ഏപ്രിൽ മന്ത് ഫുള്ള്. അതേപോലെ ക്രാഷിലെ സ്റ്റുഡൻസിനും ഒരുപാട് എക്സാംസ് ഉണ്ടാകും. നിങ്ങളുടെ ക്ലാസ്സസ് ഉണ്ടാകും ഡേ ടൈമിൽ. അപ്പോൾ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ എത്രയൊക്കെ ക്ലാസ് കണ്ടാലും, നമ്മൾ എത്രയൊക്കെ എക്സാം എഴുതിയാലും, നമ്മൾ സ്വയമായിട്ട് പഠിക്കുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആ അവേഴ്സ് അത് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് സ്റ്റഡി അവേഴ്സ് നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു പ്ലാനാണ് മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി ഈവനിങ് ഒരു 5 o'clock ഫ്രീ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 5 PM to 6:30 PM നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അന്ന് എഴുതിയ എക്സാമിൻ്റെ മിസ്റ്റേക്ക് അനാലിസിസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അന്ന് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, വാട്ട് ഈസ് ദ റീസൺ വൈ യു മെയ്ഡ് ദ മിസ്റ്റേക്ക്, അത് നിങ്ങൾ എഴുതി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഒന്നും കൂടി ചെയ്ത് നോക്കലല്ല, അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതിൻ്റെ ആവശ്യമില്ല. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്കൊരു പാറ്റേൺ ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ സബ്ജക്റ്റിലും സംഭവം തെറ്റിക്കുന്നുണ്ട്. പക്ഷെ തെറ്റിപ്പോകുന്നത് മോർ ഓർ ലെസ് ഒരേ പാറ്റേണിലുള്ള സംഭവങ്ങളാണ്. അതായത് മറന്നുപോയി, കിട്ടിയില്ല, NCERT വായിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാകും. ഇക്വേഷൻ ഓർമ്മ വന്നില്ല, ചിലർക്ക് പ്രശ്നം ന്യൂമറിക്കൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക. എന്ത് പാറ്റേൺ ഓഫ് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ സ്കോർ അടിപൊളിയായിട്ട് കൂടും. അപ്പോൾ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ തെറ്റിപ്പോയി ഇനി തെറ്റ് വരുത്തില്ല അത് ജസ്റ്റ് നോക്കിയിട്ട് പോകാനല്ല. അത് എഴുതി വെക്കുക, എന്ത് റീസൺ കൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ പാറ്റേൺ ഓഫ് മിസ്റ്റേക്സ് എന്താണ്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്താൽ നിങ്ങളുടെ സ്കോർ എന്താണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത് മക്കൾ എന്താണെങ്കിലും ചെയ്യാം. പിന്നീടത് 6:30 PM ടു, ഞാൻ ജസ്റ്റ് ഒരു ഈവനിങ് ടൈം ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. 6:30 PM to 8:30 PM നിങ്ങൾ സ്റ്റഡി സ്ലോട്ട് 1 ആണ്. ഈ സ്റ്റഡി സ്ലോട്ട് 1 മക്കൾ ചെയ്യേണ്ടത് NCERT റീഡിംഗ് ആണ്. NCERT നിങ്ങൾ അന്നത്തെ ദിവസം പഠിക്കാൻ ഉദ്ദേശിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ അത് വായിക്കുക, നന്നായിട്ട് വായിക്കുക. NCERT വായിച്ചതിന് ശേഷം NCERT തന്നെയുള്ള സോൾഡ് എക്സാമ്പിൾസ് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ അതിനെ ബേസിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ DPP ചെയ്തു നോക്കുക. NCERT റീഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 1 hour ഫിസിക്സ്, 1 hour കെമിസ്ട്രി, 1 hour ബോട്ടണി, 1 hour സുവോളജി. ബട്ട് മേക്ക് ഷുവർ യു റീഡ് NCERT, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ 8:30 ഒരു ഡിന്നറൊക്കെ കഴിച്ച് 8:30 to 9 നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു, ഷോർട്ട് ബ്രേക്ക് എടുത്തു. അതിനുശേഷം 9 PM to 11 PM നമ്മുടെ നെക്സ്റ്റ് സ്റ്റഡി സ്ലോട്ടാണ്. ദാറ്റ് ഈസ് ദ സ്റ്റഡി സ്ലോട്ട് 2. ഈ സെക്കൻഡ് സ്റ്റഡി സ്ലോട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റഡി സ്ലോട്ടിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള, നമുക്കറിയാത്ത ചാപ്റ്റേഴ്സ്, നമ്മൾ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കാൻ ഒരു എഫേർട്ട് ഇടാൻ പോവാണ്. സോ പെൻഡിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്ന ടൈം ആവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റഡി സ്ലോട്ട്. പിന്നെ നൈറ്റ് വരെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 1 o'clock വരെ ഇരിക്കാം, 2 o'clock വരെ ഇരിക്കാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷെ ഞാനിപ്പോൾ ഒരു കോമൺ പാറ്റേൺ ആണ് പറയുന്നത്. 11 PM to 12 AM
വരെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സ്ലോട്ടിൽ ഓൺലി PYQs നോക്കുക. അന്നത്തെ സ്റ്റഡീസിലുള്ള നിങ്ങൾ പഠിച്ച ടോപ്പിക് ഉണ്ടാവില്ലേ, അതിൻ്റെ ലാസ്റ്റ് ഒരു 15 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ സ്റ്റഡി സ്ലോട്ടിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്റ്റഡി മെത്തേഡിന് ഞാൻ പറയുക ആക്റ്റീവ് റീകോൾ പ്ലസ് പോമോഡോറോ മെത്തേഡ് എന്നാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ പ്ലസ് പോമോഡോറോ മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ 2 hour സ്റ്റഡി സ്ലോട്ട് ആണല്ലോ. ഈ 2 hours നമുക്ക് 4 ചെറിയ സ്ലോട്ട്സ് ആയിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് 30 minutes, 30 minutes, 30 minutes ആൻഡ് 30 minutes. ഇതൊരു ഗെയിം പോലെ നമുക്ക് ഇങ്ങനെ കളിച്ച് മുമ്പോട്ട് പോകാം. ബിക്കോസ് വളരെ ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഇങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ നമുക്ക് പഠിച്ച് തീർക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് കൃത്യമായിട്ട് എടുക്കണം, ക്വസ്റ്റ്യൻ ചെയ്യണം, റീകോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും, നമ്മുടെ ബ്രെയിൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് കളയാൻ സമയമില്ല. ഈ സ്റ്റഡി അവർ കഴിയുമ്പോൾ നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഒരു ഷോർട്ട് ടോപ്പിക് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 30 minutes നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണേ മക്കളെ, ഫസ്റ്റ് സ്ലോട്ടിൽ നിങ്ങൾ 15 minutes നമ്മൾ വീണ്ടും അതിനെ തിരിക്കുകയാണ് കേട്ടോ. ഈ 30 minutes നമ്മൾ 15 minutes, പിന്നെ 5 minutes, പിന്നെ 5 minutes, പിന്നെ 5 minutes. ഇപ്പം എത്രയായി? 20, 25, 30 അല്ലേ? അപ്പോൾ 5 minutes, 15, 5 ആയിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ ആദ്യത്തെ 15 minutes നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സോളിഡ് ലേണിംഗ് ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് NCERT അല്ല, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. നിങ്ങൾ ആ ചാപ്റ്റർ എങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനി NCERT വായിക്കേണ്ടവർക്ക് അതും ചെയ്യാം കേട്ടോ. നിങ്ങൾ എങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നത്, ആ ടോപ്പിക്ക് നന്നായിട്ട് വായിക്കാം. നെക്സ്റ്റ് 5 minutes നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ പഠിച്ച സംഭവമില്ലേ അത് നമ്മൾ റീകോൾ ചെയ്യും. റീകോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 15 minutes കഴിയുമ്പോൾ അലാം അടിക്കും, നെക്സ്റ്റ് 5 minutes കഴിയുമ്പോൾ അലാം അടിക്കും. അങ്ങനെ ടൈമർ സെറ്റ് ചെയ്ത് ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് വന്നോളും. അപ്പം നെക്സ്റ്റ് 5 minutes നമ്മൾ അപ്പോൾ പഠിച്ച കാര്യം ഒന്ന് ഓർത്ത് വെക്കും. ഞാൻ എന്താണ് ഈ 15 minutes പഠിച്ചത്, ഞാനിപ്പോൾ പഠിച്ചത് സപ്പോസ് യു ലേൺഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ, എവിടെയാണ് അത് നടക്കുന്നത്, അതൊരു ഫ്ലോ ചാർട്ട് പോലെ ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ എഴുതി നോക്കാം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്കത് റീകോൾ ചെയ്യാം. അത് റീകോൾ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് 5 minutes എന്ത് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു. 4 ക്വസ്റ്റ്യൻ മതി. ഓക്കെ, മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുന്നു. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടോപ്പിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും മിസ്സേ 15 minutes എനിക്കിത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് സംഭവം മനസ്സിലാവോ? നിങ്ങൾ പല ബാച്ചസിലായിട്ട് ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സും ടോപ്പിക്സുമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ലേണർ അല്ല. സോ ആ ടോപ്പിക് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലുണ്ട്. ജസ്റ്റ് ദാറ്റ് നിങ്ങളിത് ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ആ 15 minutes പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉള്ളത് ഫസ്റ്റ് 10 minutes ഓഫ് റീഡിങ്ങിലാണ്. അപ്പോൾ എന്താണെങ്കിലും അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. അതിനുശേഷം ലാസ്റ്റ് 5 minutes നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മുടെ ബ്രേക്കാണ്. നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഇരിക്കുന്ന ആ എൻവറോൺമെൻറ്റിൽ നിന്ന് മാറി എണീറ്റ് നടക്കുമോ എന്തെങ്കിലും ചെയ്യും. ഈ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ ഈ 15 minute വായിച്ച സംഭവമില്ലേ അത് മൈൻഡിൽ റീകോൾ ചെയ്ത് നോക്കും അഗൈൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലോട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഇപ്പോൾ ബയോടെക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പാർട്ടാണ് നമ്മൾ പഠിക്കാൻ എടുത്തതെങ്കിൽ ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ 30 minutes അടുത്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്ലോട്ടിലേക്ക് പോവാണ്. അങ്ങനെ 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 നമ്മുടെ 2 hours നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ പഠിച്ചു തീർക്കും. ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്. ഈ സ്റ്റഡി അവർ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും, ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഒരുപാട് വലിയ ടോപ്പിക്കുകളോ ഒരുപാട് വലിയ ചാപ്റ്ററോ അല്ല നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാത്ത ഭാഗത്തിനെ, പക്ഷേ ഏറ്റവും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇത് ആക്റ്റീവ് റീകോളും ഉണ്ട്, പൊമഡോറോയും ഉണ്ട്. പൊമഡോറോയിൽ നമ്മൾ ടൈമർ വെച്ച് പഠിക്കുന്നത്, ബ്രേക്ക് എടുക്കുന്നു പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു പഠിക്കുന്നു. ആക്റ്റീവ് റീകോളിൽ നമ്മൾ പഠിച്ചത് അപ്പം തന്നെ റീകോൾ ചെയ്യുന്നു, പ്ലസ് നമ്മളിവിടെ അനലൈസും ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ് ഇവിടെ പറഞ്ഞു തന്ന ഈ സ്റ്റഡി സ്ലോട്ടിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഡെഫിനറ്റ്ലി വർക്കൗട്ട് ആവും. നമ്മൾ ഇനി ഓവർ തിങ്ക് ചെയ്തോ ഡിസ്ട്രാക്ട് ചെയ്തോ കളയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ പഠിക്കുന്നവരാണെങ്കിൽ രാവിലെയും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നീ 2026 നമ്മൾ എന്താണെങ്കിലും ക്ലിയർ ചെയ്യും. നമ്മൾ നമ്മുടെ ഡ്രീം കോളേജിൽ എത്തും. ഗുഡ് ലക്ക്.